നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കൂട്ടുകാരെ, വെൽക്കം ടു കിഡ്സ് ക്രാഫ്റ്റ് മലയാളം വിത്ത് മീ അനന്യ. അപ്പം നമ്മൾ സാധാരണ യാത്രകളൊക്കെ പോകുമ്പോൾ തുണികൾ പ്രോപ്പറായിട്ട് മടക്കി വെക്കാത്തതുകൊണ്ട് തന്നെയാണ് ഒത്തിരി പെട്ടികളിലൊക്കെ ഒത്തിരി സ്ഥലം പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ സാധനങ്ങളൊക്കെ വെക്കാൻ സ്ഥലം കുറവായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ വളരെ കുറച്ച് സ്പേസിൽ ഒത്തിരി തുണി മടക്കി വെക്കാനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ ഡെയിലി യൂസ് ഉള്ള കുറച്ച് തുണികളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ കുറച്ച് സ്പേസിൽ മടക്കി വെക്കാൻ നോക്കാം. ജീൻസ് മടക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ കാല് ഇപ്പുറത്തെ കാലിൻ്റെ മണ്ടയിലോട്ട് വെച്ചിട്ട് പകുതി വെച്ച് തിരിച്ചിടണം. ഇവിടെ ചെറുതായിട്ട് റോൾ ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറ്റണം. ജീൻസ് ആയതുകൊണ്ടാണ് കയറ്റാൻ കുറച്ച് പാട്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ലെഗിൻസും പാൻറ്റും എല്ലാം മടക്കാം. അപ്പൊ അടുത്തതായിട്ട് ഇനി നമുക്ക് സോക്സ് മടക്കാം. പെയറായിട്ടാണ് മടക്കാം. അതിന് രണ്ടും അടുപ്പിച്ച് വെച്ചിട്ട് ഇവിടെ മടക്കി തുടങ്ങണം. റോൾ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ അവസാനത്തെ ഈ ഭാഗം പിടിച്ച് ഇത് റൗണ്ട് ചെയ്ത് വേണം. ഇത് സ്പേസ് കുറഞ്ഞു കിട്ടി. ഈ ഷർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഇതിൻ്റെ എല്ലാ ബട്ടൺസും ഇട്ട് ക്ലിയർ ആക്കി വെക്കണം. അപ്പോൾ നമ്മൾ എല്ലാ ബട്ടൺസും ഇട്ടു, കോളറിലെ കഫിലെ എല്ലാ ബട്ടൺസും ഇട്ടു. ഇനി താഴെ ഏകദേശം സെയിം രീതിക്ക് ഇങ്ങനെ മടക്കി വെക്കണം. സെയിം രീതിക്ക് മടക്കി വെച്ചു. ഇനി ഇവിടെ ഇത് പകുതി മടക്കണം. ഇതും അതുപോലെ തന്നെ. ഇനി ഇവിടുന്ന് ചെറുതായിട്ട് റോൾ ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് വെച്ചങ്ങ് കവർ ചെയ്യണം. അപ്പൊ വലിയ ഷർട്ട് ചെറിയൊരു റോളാക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ടോപ്പാണ് എടുത്തേക്കുന്നത്. ഇത് ടോപ്പിന്റെ ബാക്ക് സൈഡാണ്. ഇത് രണ്ടായിട്ട് മടക്കണം. കൈയൊക്കെ മാറ്റി വെച്ചിട്ട് എന്നിട്ട് ഈ നെക്കിന്റെ ഭാഗം പകുതി വരെ കൊണ്ടുവന്ന് ഇത് ബാലൻസ് നിൽക്കുന്നത് നെക്കിന്റെ അകത്തോട്ട് കയറ്റി വെക്കണം. ബാലൻസ് ഇരിക്കുന്നത് നെക്കിന്റെ അകത്തോട്ട് കയറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് റോൾ ചെയ്ത് എലാസ്റ്റിക് ഇട്ടിട്ട്, അതായത് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബനിയൻ മടക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം അതിൻ്റെ അടിഭാഗം ഇങ്ങനെ മടക്കണം. ഏകദേശം സെയിം ലെങ്തില്. എന്നിട്ട് ഇത് തിരിച്ചിട്ടിട്ട് മടക്കണം രണ്ടായിട്ട്. എന്നിട്ട് ഇവിടെ ചെറുതായിട്ട് റോൾ ചെയ്ത് കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇത് പിടിച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം. ഒരു വലിയ ബനിയൻ ചെറിയ റോളായി. അപ്പൊ അതാ കൂന കൂട്ടിയിട്ടിരുന്ന സാധനങ്ങളെല്ലാം കുറച്ച് സ്പേസിൽ ഇപ്പൊ നമുക്ക് അടുക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ എത്തുന്നത് വരെ ബൈ.